ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ സീസണിൽ മോശം പ്രകടനമാണ് സ്പാനിഷ് കരുത്തരായ റയൽ മാഡ്രിഡ് നടത്തിയിട്ടുള്ളത്. ഒരുപാട് തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു, ഒരുപാട് ഗോളുകൾ അവർക്ക് വഴങ്ങേണ്ടി വന്നിരുന്നു. പ്രധാനപ്പെട്ട കിരീടങ്ങൾ ഒന്നും നേടിയിട്ടില്ല, മാത്രമല്ല പല വമ്പൻ തോൽവികളും അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ നിരവധി താരങ്ങളെ അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ആൽവരോ കരേരസിനെ അവർ കൊണ്ടുവന്നു. അതിനു മുൻപ് ഫ്രാങ്കോ മസ്റ്റാൻഡുവാനോ, അതുപോലെ തന്നെ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ്, ഡീൻ ഹുയ്സൺ എന്നിവരെ കൊണ്ടുവന്നിരുന്നു. ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് റെലേവോയുടെ റിപ്പോർട്ടറായ റോഡ്രയും ഡയാരിയോ എസും റിപ്പോർട്ട് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. അത് വിശദമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 2 പൊസിഷനുകൾ കൂടി ശക്തിപ്പെടുത്താൻ ഇപ്പോൾ റയൽ മാഡ്രിഡ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സെന്റർ ബാക്ക് താരത്തെയും മറ്റൊരു മിഡ്ഫീൽഡറെയും കൊണ്ടുവരാനാണ് ക്ലബ്ബ് തീരുമാനിച്ചിട്ടുള്ളത്. സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് ലിവർപൂൾ താരമായ ഇബ്രാഹിമ കൊനാറ്റയെ കൊണ്ടുവരാൻ റയൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത സമ്മറിൽ ഫ്രീ ഏജന്റ് ആവുന്ന ഇദ്ദേഹത്തെ അപ്പോൾ സൈൻ ചെയ്യാനായിരുന്നു റയലിന്റെ തീരുമാനം. പക്ഷെ വേണമെങ്കിൽ ഈ സമ്മറിലും സൈൻ ചെയ്യാൻ റെഡിയാണ്. എന്നാൽ 25 മില്യൺ യൂറോ മാത്രമാണ് താരത്തിന് വേണ്ടി മുടക്കുക. അതിന് മുകളിലേക്ക് മുടക്കാൻ റയൽ മാഡ്രിഡ് തയ്യാറല്ല. പക്ഷേ ഈ തുകക്ക് താരത്തെ ഇപ്പോൾ നൽകാൻ ലിവർപൂൾ തയ്യാറല്ല. 50 മില്യൺ യൂറോ വേണം എന്നാണ് ലിവർപൂളിന്റെ ആവശ്യം. എന്നാൽ ഇത് നൽകാൻ റയലും ഒരുക്കമല്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അടുത്ത സമ്മർ ട്രാൻസ്ഫർ ജാലകം വരെ റയൽ മാഡ്രിഡ് ഈ ഒരു താരത്തിന് വേണ്ടി കാത്തിരുന്നേക്കും. മധ്യനിരയിലേക്ക് ആരെ കൊണ്ടുവരും എന്നുള്ളത് വ്യക്തമല്ല. നേരത്തെ സ്റ്റില്ലർ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. പക്ഷെ പിന്നീട് അതിൽ പ്രോഗ്രസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും ഒരു മിഡ്ഫീൽഡറെയും ഒരു സെന്റർ ബാക്ക് താരത്തെയും കൊണ്ടുവരാനാണ് ക്ലബ്ബ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കാരണം പ്രതിരോധ നിരയിൽ കാര്യമായ പ്രശ്നങ്ങൾ ഇപ്പോൾ ക്ലബിനെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡിഫൻസിലേക്ക് കൂടുതൽ താരങ്ങളെ ഇപ്പോൾ റയൽ മാഡ്രിഡ് എത്തിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.